നമ്മൾ മക്കയുടെ തീരത്ത് എന്ന ഈ ഒരു പ്രോഗ്രാം ലൈവായി ഇന്ന് രാവിലെ 6 മണി മുതൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 5 മണി വരെ ലൈവായി നമ്മൾ നമ്മുടെ ഹജ്ജിൻ്റെ കാഴ്ചകളും കേൾവിയായി മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ജാഫർ കക്കൂത്ത് നമ്മോടൊപ്പം ചേരുന്നു. വളരെ സ്നേഹപൂർവ്വം ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് ശരി, നമ്മളെ ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ളൊരു ബന്ധം ഹജ്ജിന് അപേക്ഷിക്കുന്നത് മുതൽ അപ്പോൾ ഇതൊരു അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിട്ടു നിൽക്കുന്ന സംഭവമായിരിക്കല്ലോ. ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ ഒരു സിസ്റ്റം അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാകും. ജാഫർക്കയുടെ ഒരു സെഷനിൽ അങ്ങനെ ഒരു തുറവി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ജാഫർക്ക്, നമ്മൾ ഏകദേശം ഒരു 10 വർഷമായി പീസ് റേഡിയോ അതിൻ്റെ അറഫ ദിവസം ലൈവായി തന്നെ ആളുകളിലേക്ക് അതിൻ്റെ പ്രഭാഷണം, പ്രത്യേകിച്ചും അറഫ പ്രഭാഷണം സ്പോട്ടിൽ തന്നെ അതിൻ്റെ ഉള്ള മലയാള പരിഭാഷ, അതോടൊപ്പം വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ നിന്ന് നമ്മുടെ മക്കയിലും പരിസരങ്ങളിലുമൊക്കെയുള്ള സ്റ്റുഡിയോകളിൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ നിന്നൊക്കെ പണ്ഡിതന്മാരും അതിൻ്റെ വോളണ്ടിയർമാരും ഒക്കെ നമ്മളോടൊപ്പം ചേർന്ന് കൃത്യമായൊരു ഹജ്ജിൻ്റെ ഒരു രൂപം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അൽഹംദുലില്ലാഹ് 10 വർഷമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണഗതിയിൽ ഒരു 2 മണി മുതൽ അതിൻ്റെ ആരംഭിക്കാറുള്ളത്. ഇന്ന് രാവിലെ 6 മണി മുതൽ നമ്മളതിൻ്റെ ലൈവ് സെഷനിലാണ് ഉള്ളത്. ഒരിക്കൽ കൂടി ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചോദ്യങ്ങൾക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഇപ്പോൾ ഈ വർഷം ഏകദേശം 16,000-ഓളം ഹാജിമാർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെ ഹജ്ജിനെത്തിക്കുന്നതിനുള്ള മൊത്തത്തിലൊരു ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു തയ്യാറെടുപ്പ്, അതൊന്ന് മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. അതിനപ്പുറത്ത് ഹജ്ജ് കമ്മിറ്റി എടുക്കുന്ന അതിൻ്റെ ഒരു വലിയ എഫേർട്ട് ഉണ്ടല്ലോ. ഒരു ഹജ്ജ് കുറഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഒരു വർഷം മുഴുവൻ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം. അതിൽ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കേരള ഹജ്ജ് കമ്മിറ്റി ഉണ്ട്. ഈ കേരള ഹജ്ജ് കമ്മിറ്റി ചെയ്യുന്നത്, സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി തന്നെ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ അപേക്ഷ ക്ഷണിക്കും. ആ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അതൊക്കെ ഓൺലൈനായിട്ട് ക്ഷണിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കും. അത് പ്രോസസ്സ് ചെയ്യും. അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സീനിയോറിറ്റി ലെവലിൽ 3 തരത്തിലാണ് ആളുകളെ സെലക്ട് ചെയ്യുക. ഒന്ന് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഏകദേശം എല്ലാവരെയും പരിഗണിക്കും. അതുപോലെ തന്നെ വിത്തൗട്ട് മഹറം സ്ത്രീകൾ സ്വന്തമായിട്ട് പോകാൻ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തും. മറ്റൊന്ന് ജനറൽ കാറ്റഗറി. ഇങ്ങനെ 3 രീതിയിലാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടാവും. ഏതായാലും മിക്കവാറും ഈ ലിസ്റ്റുകളിൽ നിന്നുള്ള ആളുകളെ 1-2 ലിസ്റ്റുകളിൽ നിന്ന് പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നുള്ള ആളെടുക്കും. മറ്റേ ലിസ്റ്റിൽ നിന്ന് പിന്നെ ക്യാൻസലേഷൻ അനുസരിച്ച് അത് ഇന്ത്യ ഗവൺമെൻറ്റിന് മൊത്തത്തിൽ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണ്. അതിൽ നിന്ന് കേരള ഗവൺമെൻറ്റിന് മുസ്ലിം പോപ്പുലേഷൻ അനുസരിച്ച് ഓരോ സ്റ്റേറ്റിനും വിധിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് പൊതുവേ ഉണ്ടാകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പിന്നെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ചിലപ്പോൾ ആളുകൾ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ UP-ൽ നിന്നൊക്കെ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് കുറവാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പോകാൻ താല്പര്യം കാണിക്കും. അത്തരത്തിൽ നമുക്ക് ഒരു 600-ഓളം പേരെ എക്സ്ട്രാ ആയിട്ട് കോട്ടയ്ക്ക് അപ്പുറം കൊടുക്കാൻ കഴിയും. അങ്ങനെ 16,482, അതിൽ 16,040 പേരാണ് ശരിക്കും ആക്ച്വലി കേരളത്തിലുള്ളത്. മറ്റ് ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലത്ത് നമ്മൾ എംബാർക്കേഷൻ പോയിന്റ് 3 എംബാർക്കേഷൻ പോയിന്റുമായിട്ട് പോയി. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ഇതിൽ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് പരമാവധി ആളുകളെ അതിലേക്ക് അപേക്ഷ കൊടുപ്പിക്കാൻ ശ്രമിക്കും. നമുക്കൊരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ട് കേരളത്തിൽ. മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ വാളണ്ടിയേഴ്സ് അഥവാ നമ്മൾ ട്രെയിനേഴ്സ് എന്ന് പറയും. അവർ നമ്മളെ ഓരോ പഞ്ചായത്തുകളും, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഒക്കെ തന്നെ ഓരോ പഞ്ചായത്തുകളിലും നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള കേരള ഹജ്ജ് കമ്മിറ്റി ട്രെയിനേഴ്സ് ഉണ്ട്. ഇവർ മുഖേനയാണ് ഈ അപേക്ഷകൾ പിന്നെ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്നു, അതൊക്കെ കൊടുപ്പിക്കുന്നതും അതിന് പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തന്നെ ചെയ്യുന്നതും. തുടർന്ന് അവർ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും പിന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വൈഡ് നെറ്റ്വർക്ക് നമുക്കുണ്ട്. അത് പിന്നെ പെയ്ഡൊന്നുമല്ല, വളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അപേക്ഷ കൊടുക്കുക. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം ആളുകളെ തന്നെ ട്രെയിനേഴ്സിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ട്രെയിനേഴ്സ് ഇവർക്ക് ക്ലാസ്സുകൾ കൊടുക്കും. 3 ഘട്ട ക്ലാസ്സുകൾ 3 ക്ലാസ്സുകൾ കൊടുക്കും. അപ്പോൾ അതിൽ പിന്നെ ഇതിൻ്റെ കർമ്മപരമായ കാര്യങ്ങൾ, പിന്നെ ഒരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, മറ്റു മര്യാദകൾ എല്ലാം തന്നെ അതിൽ ലഗേജ് പിന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, യാത്രക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം തന്നെ ഈ 3 കാര്യങ്ങൾ 3 ക്ലാസ്സുകളിലായിട്ട് കൊടുക്കും.
അതിൻ്റെ ശേഷം അവർ പിന്നെ അവർക്ക് നിരന്തരമായിട്ടുള്ള കോണ്ടാക്റ്റ്, ഒരാളൊരു അപേക്ഷ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നിരന്തരമായിട്ട് ഇവരുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോണ്ടാക്ട്സും ഉണ്ട്. അതായത് ഈ പഞ്ചായത്ത് ചിലയിടത്ത് പിന്നെ ഇപ്പോൾ തിരുവനന്തപുരം പിന്നെ പോലത്തെ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ചാർജിൽ ഒരാളുണ്ട്. അപ്പോൾ അവർ പിന്നെ നിങ്ങൾ അപേക്ഷ നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്, നിങ്ങൾ പിന്നെ ക്ലാസ് ഇത്രാം തീയതിയാണ് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ക്ലാസ്സൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ നിയോജക മണ്ഡലം ബേസ് ചെയ്തിട്ടും ജില്ലാ ബേസ് ചെയ്തിട്ടൊക്കെ ഈ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടാണ് ഇവരിതിലേക്ക് പിന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കേരള ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇതിൽ ഭയങ്കര ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പിന്നെ ഇപ്പോഴത്തെ മിനിസ്റ്റർക്ക് വളരെ അധികം, പ്രത്യേകിച്ച് അബ്ദുറഹ്മാൻ മിനിസ്റ്റർക്ക് വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹജ്ജിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യങ്ങൾ പിന്നെ ഗവൺമെൻറ് എടുക്കുന്നുണ്ട് എന്നുള്ളതും പിന്നെ വളണ്ടറി സപ്പോർട്ടും അത് ഒരു പ്രധാന കാര്യം. പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വം ഇപ്പോൾ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടാണ് ചെയർമാൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു വളണ്ടറി ആയിട്ട് ചെയ്യാനും, ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്കൊന്നും പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല, ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒന്നും പേയ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ വളരെ വളണ്ടറി ആയിട്ട് അതേ സിസ്റ്റം തന്നെ താഴേക്കും ഗ്രാസ് റൂട്ട് ലെവലിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഓൺലൈനായിട്ട് സുതാര്യമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് വളണ്ടറി ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയൊരു നെറ്റ്വർക്ക് നമുക്കുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിലെ 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. അപ്പോൾ ഇതുവഴിയാണ് ഇത്തവണയും ഹാജിമാർ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അവരുടെ യാത്രയിൽ കാര്യമായ വലിയ പ്രതിസന്ധികൾ എന്തെങ്കിലും ഈ പോയിന്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ? യാത്രകളിൽ പിന്നെ അങ്ങനെ വലിയ പ്രതിസന്ധികൾ എന്നൊന്നും പറയാൻ കഴിയില്ല. വെച്ചാൽ നമുക്ക് ഓരോ ഫ്ലൈറ്റിലും പിന്നെ 150 പേർക്ക് 150 ഹാജിമാർക്ക് ഒരു സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇവരെ അനുഗമിക്കുന്നുണ്ട്. അത് മിക്കവാറും പോലീസിൽ നിന്നൊക്കെയുള്ള അഥവാ 50 വയസ്സിന് താഴെയുള്ള പിന്നെ യുവാക്കളായിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ കേരള ഗവൺമെൻറ് സെലക്ട് ചെയ്യുക. അവരിവരെ അനുഗമിക്കുന്നുണ്ട്. അവർ ത്രൂ ഔട്ട് ഇവരെ കൂടെ ഉണ്ട്. ഇതിൽ ഇവരെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞത് മുതൽ പിന്നെ എന്ത് ചെയ്യും, ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവർ പ്രവർത്തിക്കണം. ഈ 150 പേരെ ഇവർക്ക് വിധിച്ചു കൊടുത്തുകൊണ്ട്, അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് നേരത്തെ ആ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകാനും ഒക്കെ തന്നെ പറയും. പക്ഷേ ചില പ്രതിസന്ധികൾ ഇപ്പോൾ നമുക്ക് ഇവർ പോകുന്ന സമയത്ത് പിന്നെ അസുഖങ്ങൾ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് പിന്നെ നേരത്തെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അടക്കം വലിയ കുഴപ്പമില്ല പോകാൻ പറ്റുന്ന ആളുകളെ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊന്നും പിന്നെ വേറെ അങ്ങനെ ഒരു പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാജി പിന്നെ പാലക്കാട് ജില്ലയിലെ പിന്നെ മംഗലം സ്വദേശിയായിട്ടുള്ള കാസിം ഹാജി കഴിഞ്ഞ ദിവസം പിന്നെ അവിടെ മക്കയിൽ വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായി. അപ്പോഴും തന്നെ ഇവർ അതിൻ്റെ കൂടെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ വീട്ടിലറിയുന്നതിൻ്റെ മുമ്പ് കൂടുതലുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ അതിൻ്റെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ പിന്നെ കബറടക്കം ചെയ്യുന്ന രീതിയിലേക്കും ഒക്കെ തന്നെ പോകാം. അതേമാതിരി ഇപ്പോൾ മാനസിക വലിയ പ്രശ്നമുള്ള ഹാജിയുണ്ട്. അപ്പോൾ അവരടക്കുന്ന പിന്നെ നമ്മളെ SHAമാർ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ അറഫയിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം ഹജ്ജ് ഉറപ്പുവരുത്തുക എന്നുള്ളതിൽ. അതേപോലെ തന്നെ നേരത്തെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോകുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 3-4 ഹാജിമാർ, ഇപ്പോൾ ഒരാളിപ്പോൾ ഇന്ന് പിന്നെ രക്തം ഛർദ്ദിച്ച്, ഇന്ന് വെളുപ്പിന് രക്തം ഛർദ്ദിച്ച് അവരെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവിടെ അറഫയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ആളടക്കം ഇന്ന് പിന്നെ അറഫയിൽ പിന്നെ ആംബുലൻസിലെങ്കിലും എത്തിക്കും. വേറെ റുഖിയ എന്നുള്ള പേരിലുള്ളൊരു ഹജ്ജുമുണ്ട്. അവരും തന്നെ പിന്നെ ഒരു ആംബുലൻസിലെങ്കിലും അറഫയിൽ രീതിയിൽ അറഫ നഷ്ടപ്പെടാത്ത രീതിയിൽ പോകണം. അപ്പോൾ നമ്മളെ ടീം നല്ലൊരു നെറ്റ്വർക്കായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ പറ്റിയ രീതിയിലും ഹജ്ജ് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഭാഗത്ത് നടത്തുന്നുണ്ട്. അത് നമ്മളിവിടെ പിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. ഉദാഹരണം ഇപ്പോൾ ഇന്നലെ രാത്രി 1 മണിക്കാണ് പിന്നെ നമ്മുടെ ഷാനവാസ് IAS പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിളിക്കുന്നത്. കേരളത്തിലുള്ള ഹാജി മാനസിക പ്രശ്നമായിട്ട് ഇതിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് കേരള SHA ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് സെല്ല് മോണിറ്റർ ചെയ്തിട്ട് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തെ അറഫയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെയും ചില പിന്നെ മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ എന്നാലും അറഫയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് സംവിധാനം പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ തന്നെ, പ്രത്യേകിച്ചും കേരളത്തിൽ പോകുന്നവർക്ക് വർഷങ്ങളായിട്ട് അസീസിയയിലാണ് അവരുടെ
താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അല്ല അവിടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ കഴിഞ്ഞു പോയത്? ഏകദേശം ഒരു 90% അസീസിയയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചിലത് കുറച്ച് 2-3 കിലോമീറ്ററൊക്കെ മാറിയിട്ട് കുറച്ച് ഹാജിമാർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ SHIമാർ, സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ അവരെ വിസിറ്റ് ചെയ്തുകൊണ്ട് അവരെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഉള്ള സംവിധാനങ്ങളുണ്ട്. ഇതിൽ പ്രായോഗികമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹാജിമാർക്ക് വരുന്ന അല്ലെങ്കിൽ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നമ്മൾ ഓരോ സ്റ്റേറ്റും പ്രത്യേക ഭാഷകളാണല്ലോ. അപ്പോൾ നമുക്ക് ഒരാളെ കൂടെ ഒരു തമിഴ്നാട് ഹാജി അല്ലെങ്കിൽ ഒരു കർണാടക ഹാജി അല്ലെങ്കിൽ ഒരു UP ഹാജി എന്ന് പറയുമ്പോഴേക്കിന് നമ്മൾ ഒരു മാനസികമായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ SHIമാർ അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആസ് എ ഹോൾ സൗദി ഗവൺമെൻറ് കാണുന്നത് എന്താണ്? ഇന്ത്യൻ ഹാജി. അപ്പോൾ ഇന്ത്യൻ ഹാജിയെ ഒരു കെട്ടിടത്തിലേക്ക് ഒരു 200 പേരെ മാറ്റുമ്പോൾ ചിലപ്പോൾ UPക്കാരായിട്ടുള്ള 10-25 പേര് സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 1-2 റൂം ഒഴിവുണ്ടാകുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ വഴി അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളല്ല, ഒരു മാനസികമായിട്ടുള്ളൊരു പൊരുത്തക്കേട് ചിലപ്പോൾ തോന്നുമ്പോൾ ചിലവർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കും. അത് നമ്മൾ പറഞ്ഞ് മാനേജ് ചെയ്യും. അതിനൊക്കെയുള്ള സംവിധാനം. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും 90% ആളുകളും അസീസിയയിൽ തന്നെയാണ്. അവർക്കൊക്കെ തന്നെ നമ്മൾ ഓരോ SHIമാരുടെ ചുമതല ഉണ്ട്. കെട്ടിടത്തിന് പ്രത്യേക ചുമതലകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഹാജിമാരെ വാഹനം കയറ്റി വിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അവർ മക്കയിലെത്തി പിന്നെ അവർ തിരിച്ചെത്തുന്നത് വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അവിടെയാണ്. അതെ. അപ്പോൾ മക്കയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായി കമ്മിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമ്മൾ ചെയ്യുന്നത് മക്കയിൽ ഇവരെ ഇപ്പോൾ ഈ 150 പേർക്ക് ഒരു സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ, മുമ്പ് അതിന് ഖാദിമുൽ ഹുജ്ജാജ് എന്നാണ് പേര്, അവരെ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവരെന്ത് ചെയ്യും? പരിചയമുള്ള ചെറു ഗ്രൂപ്പുകളായിട്ട് ഇവരെ തിരിക്കും. ഈ 150 പേരിൽ തന്നെ നേരത്തെ ഹജ്ജ് ചെയ്ത് പരിചയമുള്ളവരുണ്ടാവും, അറബി നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, സേവനം ചെയ്യുക. അപ്പോൾ അവരെ 10, 15, 20 പേരുള്ള ചെറു ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ട് അവരെ ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനും അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും ഒക്കെ തന്നെ വളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് നിലവിലുണ്ട്. അത് ഇവർക്ക് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊന്ന്. ഇവർ നിരന്തരമായിട്ട് ഇവരെ ഗ്രൂപ്പുകളിൽ നമ്മൾ കേരളത്തിൽ കേരള ഹജ്ജ് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഉന്നതതല ക്രൈസിസ് മാനേജ്മെൻറ്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് സെല്ല് നമ്മുടെ കരീം സാറ് SP ഒക്കെ തന്നെയാണ് IPS ആയിട്ട് SP ആയിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സെൽ, അതിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുള്ള മന്ത്രി അടക്കമുള്ള ആളുകളുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് അഡ്വൈസ് കൊടുക്കും. എന്നുവെച്ചാൽ ധാരാളം പ്രാവശ്യം ഹജ്ജ് ചെയ്തവരും ഒക്കെയുള്ള ഒരു സംവിധാനം ആണ് നമ്മളുള്ളത്. അതേമാതിരി ഹെൽപ്പ് ഡെസ്കിലും നമ്മൾ ഈ അപ്പപ്പുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ അവിടെ ചെറു ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ട് ഇവരെ കാര്യങ്ങൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഉണ്ട്. നമുക്ക് വളരെയധികം സംവിധാനം ഇപ്പോൾ ഫലവത്തായിട്ട് നടത്താൻ. കാരണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരളക്കാരനാണ്, ഷാനവാസ് IAS, അദ്ദേഹം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കോൺസുലേറ്റിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് കാസർഗോഡായിട്ട് ജലീൽ സാറാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ IFS. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നിരന്തരം ഹോട്ട്ലൈനിൽ ബന്ധമുള്ള ഒരു സംവിധാനം നമുക്ക് ഫലവത്തായിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവിടുത്തെ നമ്മുടെ ടീമിനും ഇതൊക്കെ ബന്ധപ്പെടാനും 3 പ്രധാന ലീഡർമാർ, ആ ലീഡർമാരെ കോർഡിനേറ്റ് ചെയ്യാൻ സലീം എന്ന് പറഞ്ഞിട്ടുള്ള കാസർഗോഡിലെ ഒരു SHIനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നിരവധി തവണ ഹജ്ജ് നിർവഹിച്ചതും ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു, അറബി ഭാഷയും ഹിന്ദിയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ടീം നമുക്കുണ്ട്. അവർ 20% ആളുകൾ മുമ്പ് തന്നെ ഹജ്ജ്, ഇപ്പോൾ 108 പേരാണ് നമുക്ക് SHIമാരുള്ളത്. അതിലൊരു 20-25% പേര് നിരവധി തവണ ഹജ്ജ് ചെയ്തതും നല്ല മെയ്വഴക്കവും ഈ കാര്യത്തിൽ തഴക്കവും പഴക്കമൊക്കെ ചെന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സംവിധാനമുള്ള അവരിടക്കിടക്ക് ഗൂഗിൾ മീറ്റൊക്കെ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള ഹജ്ജ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ മീറ്റ് നടത്തും. പിന്നെ ചെയർമാനൊക്കെ തന്നെ നിരവധി സംഘടനകളായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്. അവിടെ തന്നെ നമുക്ക് ഹെൽപ്പുകളൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫലവത്താണ് എന്നുള്ള ഇതുവരെയുള്ള ഒരു ഇതിൽ മറ്റ് പരാതികളൊന്നും വരാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഹാജി വീട്ടിലേക്ക് വിളിച്ചു പറയും, അപ്പോൾ വീട്ടുകാർ ബേജാറാവും. പക്ഷേ ഇപ്പം എന്താ വിഷയം എന്ന് വെച്ചാൽ വീട്ടുകാർ അറിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടുകാർ വിളിക്കുമ്പോഴേക്കിന് ആ പ്രശ്നം ഇപ്പോൾ കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഹാജി മിസ്സിംഗ് ആണ്,
എന്ന് പറയുമ്പോൾ പിന്നെ വീട്ടുകാർക്ക് അത് ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ബേജാറാവും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എന്തുണ്ടോ ഹാജിയെ നമ്മൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിഞ്ഞ് അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ SHIമാരും മറ്റു സംവിധാനത്തിലൊക്കെ കൊടുത്ത്, പിന്നെ അവിടെ ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങളുണ്ടല്ലോ, നുസുക്ക്, പിന്നെ നമ്മുടെ ഹജ്ജ് സുവിധ, അപ്പോൾ ഇതിലൊക്കെ വേണ്ട രീതിയിലും പരാതി കൊടുക്കേണ്ടിടത്തൊക്കെ പരാതി കൊടുത്ത് പെട്ടെന്ന് അത് ട്രേസ് ഔട്ട്. ഇപ്പോൾ ലഗേജ് മിസ്സിങ് പിന്നെ അപൂർവം ഉണ്ടായിട്ടുണ്ട്, വളരെ കുറവാണ്. പക്ഷേ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ അറിയുന്നതിന് മുമ്പ് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവുമെന്ന് ചുരുക്കം. ആ രീതിയിലുള്ള സംവിധാനം നമുക്കുണ്ട്. പൊതുവെ ഈ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് ഇൻസ്പെക്ടർമാരെ കുറിച്ച് അവരുടെ സേവനങ്ങൾ എപ്പോഴും ഒരു നല്ല രൂപത്തിൽ വളരെ മാന്യമായി അത് ചെയ്യാറുണ്ട് എന്നത് നമ്മൾ അറിയാറുണ്ട്. അതിലൊരു സന്തോഷം സാറെ പോലെയുള്ള ആളുകളും നിങ്ങളുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിൽ അവർ ആ രൂപത്തിലാകുന്നതിൽ അതിയായി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകണേ, ഇപ്പോൾ ഇന്നലെ പിന്നെ മിനയിലേക്ക് ഹാജിമാർ പിന്നെ എത്തി. ഇനി അവിടെ നിന്ന് അത് കാര്യങ്ങൾ സമയബന്ധിതമായി അവരെ മിനയിലേക്ക് എത്തിക്കാനും മറ്റു കാര്യങ്ങളും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരെയും അവിടെ എത്തിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രയാസരഹിതമായി തന്നെ നടത്താൻ ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത് വളരെ പ്രയാസരഹിതമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാജിമാരുടെ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഹജ്ജ് ഇൻസ്പെക്ടർമാരൊക്കെ നിന്നും കിട്ടിയൊരു വിവരം കഴിഞ്ഞതിനെ അപേക്ഷിച്ച് ബസ്സുകൾ സമയത്ത് വരുന്നു, പിന്നെ പോകുന്നു. പക്ഷേ ട്രാഫിക് ജാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അത്തരം പ്രശ്നങ്ങൾ വളരെ കുറവാണ്. നമ്മളെല്ലാ ഹാജിമാരും ഇന്നലെ ഉച്ചയോടുകൂടി പിന്നെ മിനയിൽ എത്തിച്ചേർന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മിനയിൽ നിന്ന് അറഫ മൂവ്മെൻറ്റ് തുടങ്ങി. പിന്നെ ഇന്ന് പിന്നെ അറഫയിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് രാവിലെ നമുക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ സൗദി ഗവൺമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും പിന്നെ നമ്മുടെ ഇതിൻ്റെ കോർഡിനേഷനും ഒക്കെ തന്നെ ഫലപ്രദമായിട്ട് നടന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബസ് വൈകിയാൽ നമ്മൾ ഗ്രൂപ്പിൽ അപ്പോൾ വരും ഹജ്ജ് ഇൻസ്പെക്ടർ, പിന്നെ അവരെന്നെ പോസ്റ്റ് ചെയ്യും ഇന്ന കെട്ടിടത്തിലേക്ക് ബസ് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബന്ധപ്പെട്ട സ്ഥലത്ത് പരാതി കൊടുക്കേണ്ടത് കൊടുക്കും. ഇപ്പോൾ ഇന്നലെ 2-3 ഈ പിന്നെ ഇതിന് ഡ്യൂട്ടി കിട്ട ട്രാൻസ്പോർട്ടേഷനിൽ ഡ്യൂട്ടി കിട്ട ടീമിൻ്റെ അവരെ ലൈസൻസ് സൗദി ഗവൺമെൻറ് പിന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തെങ്കിലും സേവനത്തിൽ വീഴ്ചയാവും. അവർക്ക് പുതിയ ആളുകളെ സ്വാഭാവികമായിട്ട് വിടുമ്പോൾ 2-3 മണിക്കൂർ താമസം വരിക, ട്രാഫിക്കിൽ ബ്ലോക്ക് വരിക എന്നുള്ളതിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനും മൂവ്മെൻറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നടത്താനും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അത് സൗദി ഗവൺമെൻറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അറേഞ്ച്മെൻറ്റ് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഹാജിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ കഴിഞ്ഞ വർഷവും ഹജ്ജിന് പോയ ആളുകളെയും അതേമാതിരി നമ്മളെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ അഭിപ്രായം. ഇന്നിപ്പോൾ രാവിലെ ഒരു അവിടുത്തെ ഒരു 7 മണിക്ക് മുമ്പുള്ളൊരു സമയം നമ്മുടെ ലൈവിൽ ഒരു ഹാജി അവിടുന്ന് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറയണ്ടായി ഇന്നലെ രാത്രി തന്നെ അറഫയിലേക്ക് എത്തി, അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറയണ്ടായി. അദ്ദേഹം നമ്മളെ പിന്നെ ഗവൺമെൻറ് സംവിധാനത്തിലൂടെ ഹജ്ജിന് പോയിട്ടുള്ളൊരു ഒരാളാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഈ ഹാജിമാരുടെ ഒരു മൂവ്മെൻറ്റ്, അത് പൂർണ്ണമായിട്ടും നമ്മളാണോ അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക? ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചു നമ്മളും സൗദി ഗവൺമെൻറ്റും കൂടെ ചേർന്നാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അത് ഇവിടെ ഒരു സംവിധാനമുണ്ട്, ഒരു ആപ്പ് സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഹാജിമാർ പിന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറുന്നതോടുകൂടി ഫ്ലൈറ്റ് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതോടുകൂടി അവിടെ താമസം, പിന്നെ അവിടെ മക്തബ് അതിനനുസരിച്ചുള്ള കരാറെടുത്ത ഏജൻസി ഉണ്ടാവും. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിന്നെ സംവിധാനത്തിലേക്ക് അത് വിന്യസിച്ചിട്ടുണ്ടാവും. ഏത് കെട്ടിടത്തിൽ ഏത് റൂമിലാണ് താമസിക്കേണ്ടത് എന്നുള്ളത് വിന്യസിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ഒരു ഏജൻസിയുടെ കീഴിൽ ട്രാൻസ്പോർട്ടേഷനും ഈ മൂവ്മെൻറ്റിന് വിന്യസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ പിന്നെ ബസ് നമ്പർ അടക്കം ഉള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഹാജിമാർക്കും പിന്നെ ഇപ്പോൾ ഇതിൽ ആ സംവിധാനത്തിൽ കയറിക്കഴിഞ്ഞാൽ നുസുക്കിൽ കയറിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അറിയാൻ പറ്റുന്ന രീതിയിലാണ് സൗദി ഗവൺമെൻറ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏത് ഹാജി ഏത് പിന്നെ കമ്പനിയുടെ ബസ്സിലാണ് പോകുന്നത്, ഒരു ഹാജി ഏത് കെട്ടിടത്തിലാണ്, എത്രാം നമ്പർ കെട്ടിടത്തിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കിയാലും അറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്യും. ഇപ്പോൾ ഹാജിക്കൊരു ഹാജിയുടെ കവർ നമ്പർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഒരു ഗ്രൂപ്പിന് ഒരു കവർ നമ്പർ ഉണ്ടാവും. ആ ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയാൽ ആ ഹാജി ഏത് കെട്ടിടത്തിലാണ് താമസിക്കുന്നത്, ഏത് മക്തബിൻ്റെ കീഴിലാണ് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആവക പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പിന്നെ സോഫ്റ്റ്വെയർ അധിഷ്ഠിതം, ഒരു ആപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വളരെ എളുപ്പമായിട്ടാണ് നടക്കുന്നത്. പൊതുവേ ഒരു മിന, അറഫ, മുസ്ദലിഫ ഇവിടങ്ങളിൽ ആളുകളെ തിരിച്ചു എത്തിക്കുന്നത് വരെ ആയിരിക്കും കൂടുതൽ പ്രയാസം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി
കാര്യങ്ങളിപ്പോൾ പൂർത്തിയായി. കാരണം എല്ലാവരും പിന്നെ അറഫയിലെത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ രോഗികളടക്കം അവിടെ, അപ്പോൾ അവർക്കടക്കം നേരത്തെ ആംബുലൻസ് ബുക്ക് ചെയ്യണം. ആ ബുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവരവിടെ എത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മുടെ എല്ലാ ഹാജിമാരും പിന്നെ അറഫയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. ഈ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാകും, അതുപോലെ ഇപ്പോൾ പറഞ്ഞ SHIമാരുടെ കയ്യിൽ അതിന് അപ്ഡേറ്റും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ ഹാജിമാർക്ക് എങ്ങനെ കൊടുക്കുന്ന ഒരു ഗൈഡൻസിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരിക്കും? വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും അത് ഹാജിമാർക്ക് പിന്നെ ഈ അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു പിന്നെ ഹാജിമാരുടെ ചുമതല അവിടെ ഹജ്ജ് മിഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റിൽ നമ്മൾ ഹാജിമാരുടെ ചുമതല, അപ്പോൾ ഇത് രണ്ടും ഇവർ നിർവഹിക്കും. ചുരുക്കം ഫ്ലൈറ്റിൽ ചുമതല ഏൽപ്പിച്ചത്, അഥവാ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഓരോ ഹാജിമാരും നമ്മൾ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഫ്ലൈറ്റിൽ പോകുന്നവർ, ചില ഫ്ലൈറ്റിൽ 2 ആളുണ്ടാവും, ചില ഫ്ലൈറ്റിൽ 1 ആളുണ്ടാവും. ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ, കാരണം ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഒന്നിച്ച് കാണുന്നത് ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ 2 or 3 കെട്ടിടത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ചുമതലയൊക്കെയുള്ള SHIമാരാണ്. അപ്പോൾ ഇവർക്കിത് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് പിന്നെ നൽകും. അവരാണ് അവരെ ഹാജിമാർക്ക് അറിയിക്കുക. 150-200 ഹാജിമാരാണ്. നമ്മൾ 150 പേരെന്ന് പറയുമ്പോൾ ചിലർക്ക് 100 പേരേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് 150 പേരുണ്ടാവും. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ അത് അറിയിക്കും. എല്ലാവരും മൂവ്മെൻറ്റ് പിന്നെ ബസ്സിൽ കയറി അല്ലെങ്കിൽ എല്ലാവരും ഫ്ലൈറ്റ് ഇറങ്ങി അല്ലെങ്കിൽ എല്ലാവരും മൂവ്മെൻറ്റായി അല്ലെങ്കിൽ എല്ലാവരും അറഫയിൽ എത്തി എന്നുള്ളത് ചുമതലപ്പെട്ട SHIമാർ ആണത് ഉറപ്പിക്കുക. പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം ഇവർ ഏത് മക്തബിൻ്റെ കീഴിലാണ്. കാരണം ഹാജിമാർ പലരും പിന്നെ നമ്മൾ അത്ര കൂടുതൽ ആളുകൾ വയസ്സായ ആളുകൾ, പിന്നെ നമ്മൾ കൂടുതൽ ആളുകൾ സ്ത്രീകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 60-65% പേരും സ്ത്രീകളാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഒരു പരിമിതികൾ, പക്ഷേ കേരള ഹാജിമാർ ഇതിലൊക്കെ മുന്നിലാണ്. അതെ, കമ്പാരിറ്റീവ്ലി നമ്മൾ പറയാം. പക്ഷേ ഇങ്ങനെ അപ്പോൾ അവർക്ക് ഇത് വിവരങ്ങൾ അറിയിക്കുന്നതിൽ കൂടെ എന്താണ് SHIമാർ അറിയിക്കുന്ന വിവരത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അതിനനുസരിച്ചാണ് നമ്മൾ മൂവ്മെൻറ്റ്. SHIമാർ അറിയിക്കുക സൗദി ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം. കാരണം നമ്മൾ ഇവിടുന്ന് എന്ത് ക്ലാസ് കൊടുത്താലും പ്രായോഗികമായിട്ട് ചില വ്യത്യാസങ്ങൾ വരും, സ്വാഭാവികമായിട്ട്. അപ്പോൾ അതൊക്കെ അപ്ഡേഷൻ അവർക്ക് ഹജ്ജ് മിഷൻ വഴി സൗദി ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് SHIമാർ ഹാജിമാർക്ക് നൽകും, പിന്നെ മൂവ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ സ്ട്രിക്റ്റായിട്ടും അത് ഫോളോ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നോക്കിക്കാണുന്നതിനേക്കാളും കൂടുതൽ അവിടുത്തെ സൗദി ഗവൺമെൻറ് ചെയ്ത സംവിധാനങ്ങൾ കുറച്ചും കൂടി അടുത്ത് അറിയാൻ അവസരം നിങ്ങൾക്കാണല്ലോ ഉണ്ടാവാറുള്ളത്. അങ്ങനെ നോക്കി കാണുമ്പോൾ ഒരു സൗദി ഗവൺമെൻറ് ഈ ഒരു ഹജ്ജിന് വേണ്ടി മാത്രം ചെയ്യുന്ന സിസ്റ്റങ്ങളെ എങ്ങനെ നമ്മൾ കാണും? വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ SHIമാർ ഹാജിമാർക്ക് പിന്നെ ഒരു കിറ്റ് പിന്നെ മക്തബ് കൊടുത്തത് അങ്ങനെ ഓരോന്നെടുക്കണം. കൊട, അതൊരു വീഡിയോ. അതെ, ജംറയിൽ എറിയാനുള്ള കല്ല് വരെ പിന്നെ എടുത്ത് പാക്ക് ചെയ്ത് ഇവർക്കുള്ള താമസം ഏതേത് പില്ലറിൻ്റെ അവിടെയാണെന്ന് പ്രത്യേകം മിനയിൽ അവർ കിടക്കേണ്ട സ്ഥലം അടയാളപ്പെടുത്തുകയാണ്. അറഫയിൽ അവർ നിൽക്കേണ്ട സ്ഥലം അടയാളപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഒരു 25 ലക്ഷത്തോളം പേർക്ക് ഈ സേവനം കിട്ടുകയാണ്. നമ്മളെ 1.5 ലക്ഷത്തോളം ആളുകൾക്ക് ഈ സേവനം കിട്ടുകയാണ്. അപ്പോൾ അതൊന്നും പിന്നെ ഒരു പരാതിയും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 16,482 ഹാജിമാർ കേരളത്തിൽ നിന്ന് പോയ സംബന്ധിച്ച് എനിക്കിവിടെ ഇരുന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒരു പരാതിയും ഇല്ലാതെ ഈ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിന് സൗദി ഗവൺമെൻറ് എടുത്ത എഫേർട്ട് വളരെയധികമാണ്. നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ട് വലിയ എഫേർട്ടാണ്, പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷേ ഇതൊന്നും ഒരു പരാതിയും ഇല്ലാതെ, ഇതുവരെ ഒരു പരാതിയും നമുക്ക് വരാത്ത രീതിയിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, പിന്നെ ചിലതിപ്പോൾ നുസുക്കൊക്കെ കംപ്ലീറ്റ് ഇപ്പോഴാണ് 100% ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഹാജിമാരിലൊരു 80% അത് ചെയ്തു. അങ്ങനെ ഇത് ഫലപ്രദമായിട്ട് പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇതിൻ്റെ മറ്റു മൂവ്മെൻറ്റുകളും എല്ലാം ഫലപ്രദമായിട്ട് പിന്നെ കൊണ്ടുപോകാൻ, ഇത്രയും വലിയൊരു ട്രാഫിക് ജാമിൻ്റെ ഇടയിൽ കൂടിയും 1-2 മണിക്കൂറൊക്കെ ചിലത് വൈകുമായിരിക്കും, പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ എത്താനും പിന്നെ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. പരാതികളൊന്നും പിന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഈ ഒരു ഹജ്ജ് കമ്മിറ്റിയിലെ നമ്മൾ സാറിപ്പോൾ പ്രവർത്തിക്കുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയുക? ധാരാളം പിന്നെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെ ചില പിന്നെ ഇപ്പോൾ നമുക്കൊക്കെ എടുത്തു പറയാൻ ഈ ട്രെയിനേഴ്സൊക്കെ
ട്രെയിനേഴ്സും ഇവരും തമ്മിൽ പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ബന്ധങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ യാത്രയൊക്കെ അയക്കുമ്പോൾ പിന്നെ ഭയങ്കര ഇമോഷണലായിട്ട് പിന്നെ ഉള്ള കാരണം അതുപോലെ തന്നെ പിന്നെ അവരവിടുന്ന് ചില പിന്നെ കമ്മ്യൂണിക്കേഷനുകളൊക്കെ തന്നെ ഞങ്ങൾ പിന്നെ ഇന്ത്യയിലെ ഹാജിമാർ എന്നുള്ള നിലക്ക് അതൊരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ മാറുകയാണ്. ഇപ്പോൾ പല ഹാജിമാരും പ്രാർത്ഥനകളിലൊക്കെ തന്നെ അവർ പറയുന്നത് ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സമയത്താണല്ലോ അവർ പോകുന്നത്. അപ്പോൾ ലോക സമാധാനത്തിനും പിന്നെ ഒക്കെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് ഒരു വൈഡ് പിന്നെ ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് അവർ മാറുകയാണ് കേരള ഹാജിമാർ. പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും മറ്റു ഭാഗത്തു നിന്നൊക്കെ പോകുമ്പോഴും അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ വലിയൊരു അനുഭവമാണ്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയത്തക്ക കേരളത്തിലെ ഹാജിമാരൊക്കെ യാത്ര അയക്കുമ്പോൾ ഈ കക്ഷി രാഷ്ട്രീയ ബന്ധവും മറ്റും വളരെ കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇവരൊക്കെ ഈ കാര്യത്തിൽ ഹജ്ജ് ക്യാമ്പിൽ പിന്നെ ഇത്തരം ഗ്രൂപ്പുകളൊന്നുമില്ല. പ്രാർത്ഥനകളിലാണെങ്കിലും അവരുടെ സിസ്റ്റത്തിലാണെങ്കിലും എല്ലാവരും ഈ പിന്നെ ഹാജിമാരെ യാത്ര അയക്കാനും ഹാജിമാരും തന്നെ ഈ പിന്നെ ചില്ലറ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും പിന്നെ പരിഗണിക്കാതെ ഒരു വലിയൊരു പിന്നെ വിശാലമായൊരു കാഴ്ചപ്പാടിലേക്ക് പോകണം. എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ പലപ്പോഴും ഈ ഹജ്ജിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾ പിന്നെ അത് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിട്ടാണ് മാറുന്നത്. പിന്നെ മറ്റൊരു വ്യത്യസ്തത തോന്നിയത് ഞാനിപ്പോൾ കുറച്ചൊക്കെ പിന്നെ സാമൂഹ്യ സേവന മേഖലയിലൊക്കെ പ്രവർത്തിച്ചു. പക്ഷേ അതിലപ്പുറം കുറേ ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിന് പിന്നെ ഇപ്പോൾ ഭക്ഷണം വിതരണം അവർ പിന്നെ ഈ ഭക്ഷണ വിതരണത്തിന് വരുന്ന ആളുകൾ എന്താണ് ഹാജിമാർക്ക് വേണ്ടത് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഹാജിക്ക് എന്താ വേണ്ടത് എന്നുണ്ടാക്കി കൊടുക്കുകയാണ്. മുടി ചീകി കൊടുക്കുന്നു. നമ്മൾ വളണ്ടിയേഴ്സ് പിന്നെ അവരെ നഖം വെട്ടി കൊടുക്കുന്നു ഇവിടുത്തെ ക്യാമ്പുകളിൽ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നതിലപ്പുറം ഇത്തരം പിന്നെ ഒരു ഭയങ്കര ഒരു ബോണ്ട് ഇവരുമായിട്ട് നിലനിൽക്കണം. അപ്പോൾ ഇവർ പറയണം ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പടച്ചവനോടുള്ള ഒരു കടപ്പാട് പിന്നെ ഹാജിമാരിൽ കൂടി പ്രകടിപ്പിക്കണം. അപ്പോൾ വരുന്ന അത് മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടാത്ത ഒരു വ്യത്യസ്തമാണ്. കാരണം അത്തരം ഒരു സേവനം പിന്നെ അതിനവരുടെ പ്രതികരണം അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ യാത്രയ്ക്ക് അയക്കുമ്പോൾ സീനുകളൊക്കെ തന്നെ കുടുംബാംഗങ്ങളിലപ്പുറം ഈ ടീമിനായിട്ടുള്ളൊരു ബോണ്ട് അതൊരു പ്രത്യേകതയായിട്ടാണ്. അതാണ് എനിക്കൊരു എടുത്തു പറയത്തക്ക ഒരു വിശാലമായൊരു കാഴ്ചപ്പാടിലേക്ക് ഇവർ മാറുന്നുണ്ട് എന്നുള്ളതും പിന്നെ ഇവരായിട്ടുള്ള നമ്മൾ ഈ പ്രവർത്തകരായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. നേരത്തെ സംസാരത്തിൽ 1-2 ഹാജിമാരുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു. പൊതുവെ നമ്മളവിടുന്ന് പോയ മൊത്തം ഹാജിമാരുടെ ഒരു ആരോഗ്യവും മറ്റു കാര്യങ്ങളിലൊക്കെ നിലവിലുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളും എങ്ങനെ? നമ്മൾ പിന്നെ ആരോഗ്യത്തിൽ ശരിക്കും നമ്മൾ ഭയപ്പെട്ടിരുന്നൊരു കാര്യമാണ്. കാരണം ഈ സൗദിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. പക്ഷേ അതിന് നമ്മൾ പിന്നെ വളരെയധികം നിർദ്ദേശങ്ങൾ നമ്മൾ ഇവിടുന്ന് പിന്നെ ORS പാക്കറ്റ് പിന്നെ അവിടെ എല്ലാവർക്കും ORS പാക്കറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഡീഹൈഡ്രേഷന് നേരിടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വെള്ളം പിന്നെ അവിടെ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലടക്കം അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വെള്ളം പിന്നെ കുടിക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ ഹാജിമാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ചില സാധാരണഗതിയിൽ ഹൈപ്പർ ടെൻഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് കുഴഞ്ഞു വീഴലൊക്കെ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിക്കൽ സംവിധാനമാണ്. ഇപ്പോൾ തുടയിൽ പൊട്ടിയ കേസുണ്ടായിരുന്നു. അവരടക്കം പിന്നെ ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇത് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയെന്ന് അർത്ഥം. ഇനി ബാക്കി കാര്യങ്ങൾ ഹജ്ജിൻ്റെ ശേഷം ചെയ്യാൻ അവിടുന്ന് പൊട്ടിയതാണ്. അവിടുന്ന് പിന്നെ തുടയിൽ പൊട്ടിയതാണ്. ഞാൻ പറഞ്ഞത് പിന്നെ ഇല്ല എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും 16,000-ത്തിലധികം ആളുകൾ പോകുമ്പോൾ പിന്നെ പ്രായമായ ആളുകൾ പോകുമ്പോൾ ഇപ്പോൾ കുഴഞ്ഞു വീണുണ്ട്, രക്തം ഛർദ്ദിച്ച കാര്യങ്ങളുണ്ട്. അപൂർവമാണ്, കുറവാണ്. 1-2 ഒരാളിപ്പോൾ പിന്നെ ഇന്നലെ രാത്രി രക്തം ഛർദ്ദിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഒരാൾ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞു. ഒരാൾ മാനസിക വിഭ്രാന്തി കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 10-15 കേസിൽ ഒതുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടെന്നും അവരൊക്കെ തന്നെ അറഫയിലെത്തിക്കുന്ന കാര്യങ്ങൾ ഉറപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മേജറായിട്ട് എടുത്തു പറയത്തക്ക ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഈ ഡീഹൈഡ്രേഷൻ്റെ വലിയ പ്രശ്നം, പിന്നെ ചൂടിൻ്റെ പ്രശ്നം, അതിന് ഗവൺമെൻറ്റും തന്നെ പിന്നെ നല്ല കുറേ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടത് പിന്നെ ഫലപ്രദമായി എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരറിവ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. മൊത്തത്തിൽ
നമ്മുടെ ഹാജിമാർ ഇപ്പോൾ ഹജ്ജിന് പോയ ആളുകൾ, അവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞു പലരും വളണ്ടറി ആയിട്ടുള്ള സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? മൊത്തത്തിൽ ഇവർ നമ്മുടെ സംവിധാനങ്ങൾ 2-3 കാര്യങ്ങൾ ഇതിൽ എടുത്ത് പറയത്തക്കതാണ്. ഒന്ന്, നമ്മുടെ വളണ്ടറി സിസ്റ്റം ഗ്രാസ് റൂട്ട് ലെവലിൽ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ അവരൊരു കമ്മിറ്റ്മെൻറ്റ് അത് പറയത്തക്കതാണ്. പിന്നെ പൊതുസമൂഹം ഈ ഹജ്ജിന് പോകുന്ന ആളുകളായിട്ട് കാണിക്കുന്ന സ്നേഹം അത് ജാതി മത ചിന്തകൾക്ക് ഒക്കെ അപ്പുറമായിട്ട്. ഇപ്പോൾ കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണം ഗവൺമെൻറ് തുടങ്ങുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ ഹജ്ജ് ഹൗസാണ്. അപ്പോൾ ഗവൺമെൻറ് കാണിക്കുന്ന മറ്റൊരു സ്റ്റേറ്റിലും ഒരു ഹജ്ജ് ഹൗസ് പോലും ഇല്ലാത്ത സ്റ്റേറ്റുകൾ ധാരാളം ഉണ്ടാകുമ്പോഴാണ് കേരളത്തിൽ മൂന്നാമത്തെ എന്ന് പറയാൻ കാരണം. ഒരു ഹജ്ജ് ഹൗസ് കോഴിക്കോടുണ്ട്, പിന്നെ ഒരു വനിതാ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മൂന്നാമത്തത് കണ്ണൂരിൽ ഇപ്പോൾ വരികയാണ്. 3 ഹജ്ജ് ഹൗസ് വരാമോ, 3 എംബാർക്കേഷൻ പോയിൻറ്റുകൾ. ഇതൊക്കെ കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ പൊതുസമൂഹം കാണിക്കുന്ന, ഇപ്പോൾ ഇവരൊക്കെ യാത്ര അയക്കാൻ ജാതി മത ചിന്തകൾക്ക് അപ്പുറമുള്ള ആളുകൾ വന്നിട്ട് യാത്ര അയപ്പം ദുആ ചെയ്യണമെന്ന് പറയാണ്, എല്ലാവരും പറയാണ്. അത് മുസ്ലിം വിഭാഗങ്ങളിലെ വിവിധ കക്ഷികൾ മാത്രമല്ല, വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവരോട് കാണിക്കുന്ന സ്നേഹം അത് വളരെ വലുതാണ്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ വരിക. ഇതൊരു കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്, ഒരു പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു വലിയൊരു സാമൂഹ്യ ദൗത്യമായിട്ടാണ് നമ്മുടെ ഹജ്ജിൻ്റെ ഒരുക്കങ്ങളും ഹജ്ജിൻ്റെ യാത്രയപ്പം. അത് ഗവൺമെൻറ് സംവിധാനത്തിലും അല്ലാതെയും ഒക്കെയുള്ള ഒരു സംവിധാനം. അത് ഒരു പ്രത്യേകമായിട്ട് എടുത്ത് പറയത്തത് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഹാജിമാർ അവിടെ ചെന്നാലും തന്നെ കേരള സമൂഹത്തിൽ വിവിധ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ള സംഘടനകൾ ധാരാളമുണ്ട്. അപ്പോൾ ഹാജിമാർക്ക് അവരുടെ വീട് പോലെ തന്നെ അവിടെയും സംവിധാനങ്ങൾ ഒരുക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ നല്ലൊരു സപ്പോർട്ടോടു കൂടിയാണ് എന്നുള്ളതാണ് സംബന്ധിച്ചത്. മാഷാ അല്ലാ, വളരെ സന്തോഷം ഈ ഒരു ലൈവ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എനിക്ക് തോന്നുന്ന ജാഫർ സാറ് നേരത്തെയും ജനക്ഷേമം പോലെയുള്ള ചില പരിപാടികളിൽ നമ്മുടെ റേഡിയോയുടെ പ്രോഗ്രാമുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഏകദേശം ഒരു 1000-ൻ്റെ അടുത്ത്, ഇപ്പോൾ 800-ലധികം ആളുകൾ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ മാത്രം ലൈവിലുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ റേഡിയോ ആപ്പിലൂടെ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കൊരു അറഫ പ്രഭാഷണത്തിൻ്റെ അതിൻ്റെ ഒരു പരിഭാഷയിലേക്കൊക്കെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 30-40 ആളുകൾ നമ്മുടെ ലൈവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ അവരുടെ മനോഹരമായ ഫീഡ്ബാക്കുകൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സെഷനുണ്ടായൊരു തുറവി കേരളത്തിലെ ഹജ്ജ് പ്രക്രിയ ഇന്ത്യയിലടക്കം അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത് ഭരണകൂടം നൽകുന്നെന്തോ അനധികൃതമായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിനപ്പുറത്ത് സാറും കൂടെ അതിൻ്റെ ഒരു റിയൽ പിക്ചർ പറയുമ്പോൾ അങ്ങനല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോഴും അങ്ങനത്തെ വേർതിരിവുകൾക്കോ വർഗീയമായ വേർതിരിവുകൾക്കോ ഒന്നും അകപ്പെടുന്നതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതും ഒരു പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുന്നതല്ല, അതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എന്താ വലിയ സന്തോഷം. പീസ് റേഡിയോ ശ്രോതാക്കളോടും ആ ഒരു എസൻസ് ഇമോഷൻ ഈ സമയത്ത് നമ്മൾ പങ്കുവെക്കാണ്.